കുവൈറ്റിൽ നിന്നും അമേരിക്കൻ സൈന്യം പിന്മാറുന്നു. ഇറാനുമായുണ്ടായ ഏറ്റവും പുതിയ സംഘർഷത്തിന് പിന്നാലെ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നാണ് മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം പഴയതുപോലെ നിലനിർത്താനാകുമോ എന്നത്. പ്രത്യേകിച്ചും പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ഏറ്റവും നിർണായക സൈനിക താവളങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്ന കുവൈറ്റിലെ സൈനിക വിന്യാസം പുനഃപരിശോധിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അന്താരാഷ്ട്ര പ്രതിരോധ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സൃഷ്ടിച്ച നഷ്ടങ്ങളും സുരക്ഷാ വെല്ലുവിളികളും വിലയിരുത്തിക്കൊണ്ട് കുവൈറ്റിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം കുറയ്ക്കാനുള്ള സാധ്യത പെന്റഗൺ പരിശോധിച്ചു വരികയാണ്. ഇതൊരു സാധാരണ സൈനിക പുനഃക്രമീകരണം എന്നതിലുപരി മധ്യപൂർവേഷ്യയിലെ അമേരിക്കയുടെ ദീർഘകാല പ്രതിരോധ നയത്തിൽ നിർണായകമായ മാറ്റത്തിന് തുടക്കമാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം നേരിട്ട് ആക്രമണങ്ങൾക്കിരയായ സാഹചര്യത്തിൽ വലിയ സൈനിക താവളങ്ങൾ നിലനിർത്തുന്നത് തന്നെ കൂടുതൽ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ പെന്റഗൺ വിലയിരുത്തുന്നത്. കുവൈറ്റിലെ മുൻ അമേരിക്കൻ അംബാസഡറായ ഡഗ്ലസ് സില്ലിമാന്റെ അഭിപ്രായവും ഈ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. ഇറാന്റെ ആക്രമണങ്ങൾക്ക് ശേഷം കുവൈറ്റിലെ ജനങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം സുരക്ഷയ്ക്കു പകരം ഒരു ബാധ്യതയാണെന്ന ചിന്ത ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും അതേസമയം രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി അമേരിക്കയുടെ സാന്നിധ്യം ഇപ്പോഴും നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിരോധത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് കണ്ടെത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുകയാണ് എന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ നിലവിലെ സാഹചര്യത്തിന്റെ സങ്കീർണത വ്യക്തമാക്കുന്നു. 1991 ഗൾഫ് യുദ്ധത്തിന് ശേഷമാണ് കുവൈറ്റ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക പങ്കാളികളിൽ ഒന്നായി മാറിയത്. ഇറാഖ് കുവൈറ്റ് അധിനിവേശം നടത്തിയതിനെ തുടർന്ന് അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖി സൈന്യത്തെ പുറത്താക്കിയതിനു ശേഷം അമേരിക്ക കുവൈറ്റിൽ വൻതോതിൽ സൈനികാടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. പിന്നീട് 2003 ഇറാഖിലേക്ക് നടത്തിയ അമേരിക്കൻ അധിനിവേശത്തിനുള്ള പ്രധാന വിക്ഷേപണ കേന്ദ്രമായി കുവൈറ്റ് പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള വർഷങ്ങളിൽ 10,000കണക്കിന് അമേരിക്കൻ സൈനികർക്ക് താമസവും പരിശീലനവും യുദ്ധ സജ്ജീകരണവും നൽകുന്ന പ്രധാന സൈനിക കേന്ദ്രമായി കുവൈറ്റ് മാറി. അമേരിക്കയ്ക്ക് കുവൈറ്റ് ഒരു സാധാരണ സൈനിക താവളമല്ല. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സൈനിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അതേസമയം ഇറാനെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന പ്രതിരോധ നിരീക്ഷണ നടപടികളിൽ കുവൈറ്റിലെ വ്യോമതാവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയ ഇറാൻ അമേരിക്ക സംഘർഷം ഈ സമവാക്യത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ മധ്യപൂർവേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ വ്യാപകമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഈ ആക്രമണങ്ങൾ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നുവെന്നാണ് വിദഗ്ധർ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ സൈന്യത്തിന്റെ പ്രസ്താവനകൾ പ്രകാരം കുവൈറ്റിലെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള അഹമ്മദ് അൽ ജാബർ വ്യോമതാവളത്തിലെ യുദ്ധവിമാന ഹാംഗറുകൾ, ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, ആയുധ ഉപകരണ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാമികാസെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ഈ വ്യോമതാവളം അമേരിക്കയുടെ വ്യോമ നിരീക്ഷണ ആക്രമണ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമാണെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ അവകാശവാദം അനുസരിച്ച് കെഷ്ടം ദ്വീപിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിനുള്ള പ്രതികാരമായാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ നടപടിയെ മാനുഷിക തത്വങ്ങളുടെ ലംഘനമെന്നും യുദ്ധക്കുറ്റമെന്നും വിശേഷിപ്പിച്ച ഇറാൻ അതിന് മറുപടിയായാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന പേരിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയതെന്ന് അറിയിച്ചു. ഇതിനിടെ കുവൈറ്റും സ്വന്തം ദേശീയ സുരക്ഷാ സമീപനം പുനഃപരിശോധിക്കുന്ന ഘട്ടത്തിലാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യം രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കുന്ന ഘടകമാണെങ്കിലും അതേ സാന്നിധ്യം ഭാവിയിൽ ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങൾക്ക് കുവൈറ്റിനെ നേരിട്ടുള്ള ലക്ഷ്യമാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.